സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതാണ്? പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം അരിസോണയാണ്. അരിസോണ. 2025 പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സന്തുഷ്ടമായ രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. ഇപ്പൊ 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സന്തുഷ്ടമായ രാജ്യം ഫിൻലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 118. നാറ്റോ രൂപീകരിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? നാറ്റോ രൂപീകരിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? 75ാമത്തെ വാർഷികമാണ്. 75ാം വാർഷികം. 2025 ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായി ചുമതലയേറ്റ മുൻ ISRO ചെയർമാൻ. 2025 ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായിട്ട് ചുമതലയേറ്റ മുൻ ISRO ചെയർമാനാണ് S. സോമിനാഥ്. 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി. 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടി വേദി ബെലേൻ ദോ പാരയാണ്. ബ്രസീലില് ബെലേൻ ദോ പാരയാണ് 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് ക്രിസ്റ്റി കവൻട്രി ആണ്. ക്രിസ്റ്റി കവൻട്രി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റി കവൻട്രി. 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം. 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം: പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ്. പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മെയ് 31. മെയ് 31. അപ്പോൾ 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം ഏത് എന്ന് ചോദിച്ചാൽ പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മെയ് 31. 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത്. 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മണൽ എന്നർത്ഥം വരുന്ന റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മണൽ എന്നർത്ഥം വരുന്ന റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാനാണ്. റിമാൽ എന്നതിൻ്റെ അർത്ഥം എന്താണ് വരുന്നത്? മണൽ എന്നാണ്. രൂപം കൊണ്ടത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ആ പേര് നൽകിയ രാജ്യം ഒമാൻ. ഏത് പരിപാടിയുടെ കീഴിലാണ് പശു ഔഷധി സംരംഭം ആരംഭിച്ചത്? ഏതു പരിപാടിയുടെ കീഴിലാണ് പശു ഔഷധി സംരംഭം ആരംഭിച്ചത്? ലൈവ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. LHDCP. ലൈവ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. ലോകത്ത് ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം. ലോകത്ത് ആദ്യമായിട്ട് 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ജപ്പാനാണ്. ജപ്പാൻ. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത്. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ട്. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് ഇംഗ്ലണ്ട്. 2025 വേൾഡ് ഒബെസിറ്റി ഡേയുടെ പ്രമേയം. 2025 വേൾഡ് ഒബെസിറ്റി ഡേയുടെ പ്രമേയം എന്താണ്? ചേഞ്ചിങ് സിസ്റ്റംസ് ഹെൽത്തിയർ ലൈവ്സ് എന്നാണ്.
ചേഞ്ചിങ് സിസ്റ്റംസ് ഹെൽത്തിയർ ലൈവ്സ് എന്നാണ് 2025 വേൾഡ് ഒബേസിറ്റി ഡേയുടെ പ്രമേയം. 10ാമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി. 10ാമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി ബാലിയാണ്. ഇന്തോനേഷ്യയിലെ ബാലിയാണ് 10ാമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി. ആസ്ത്ര MK3 മിസൈലിന്റെ പുതിയ ഔദ്യോഗിക നാമം. ആസ്ത്ര MK3 മിസൈലിന്റെ പുതിയ ഔദ്യോഗിക നാമം ഗാണ്ടീവ എന്നാണ്. ഗാണ്ടീവ. ആസ്ത്ര MK3 മിസൈലിന്റെ പുതിയ ഔദ്യോഗിക നാമമാണ് ഗാണ്ടീവ. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യം ജർമ്മനിയാണ്. റോക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റാണ്. റോക്കറ്റിന്റെ പേര് SR-75 ആണ്. വിക്ഷേപിച്ച രാജ്യം ജർമ്മനിയാണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹമായ സൈക്ക് 16 അമേരിക്കയുടെ നാസ അയച്ച പേടകം. ചിഹ്നഗ്രഹത്തിന്റെ പേര് സൈക്ക് 16. സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. പേടകത്തിന്റെ പേര് സൈക്കി. ചിഹ്നഗ്രഹമായ സൈക്ക് 16 നാസ അയച്ച പേടകമാണ് സൈക്കി. വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തദ്ദേശ സ്ഥാപനങ്ങളിലും OBC സംവരണം 42% ബില്ല് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ്? തെലങ്കാനയാണ്. തെലങ്കാന. വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തദ്ദേശ സ്ഥാപനങ്ങളിലും OBC സംവരണം 42% ബില്ല് പാസാക്കിയ സംസ്ഥാന നിയമസഭയാണ് തെലങ്കാന. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. ഇനി 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവത്കരണം, വരൾച്ച എന്നതായിരുന്നു ലോക പരിസ്ഥിതി ദിനം 2024 പ്രമേയം. ലോക പരിസ്ഥിതി ദിനം 2024 ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ്. പ്രമേയം എന്തായിരുന്നു? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ചാങ്-ഇ-6 ഏത് രാജ്യത്തിന്റെ പേടകമാണ്? പേടകത്തിന്റെ പേര് ചാങ്-ഇ-6. ഏത് രാജ്യത്തിന്റെ പേടകമാണ്? ചൈനയുടെ പേടകമാണ്. ചൈന. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി 2024 ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിന്റെ പേടകം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായിട്ട് 2024 ജൂണിൽ വിജയകരമായിട്ട് വിക്ഷേപിച്ച ബോയിങ്ങിന്റെ പേടകമാണ് സ്റ്റാർ ലൈനർ. സ്റ്റാർ ലൈനർ. 77 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ് ഷാഹിയെയും കൊൽക്കത്തയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു. ഏതു രാജ്യത്താണ് രാജ് ഷാഹി എന്ന സ്ഥലം? രാജ് ഷാഹി ബംഗ്ലാദേശാണ്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? 77 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാജ് ഷാഹിയെയും കൊൽക്കത്തയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചത്. രാജ് ഷാഹി എന്ന സ്ഥലം എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. അടുത്തിടെ വിവിധ ആകാശഗംഗകളുടെ ചിത്രം പകർത്തിയ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ബഹിരാകാശ ദൂരദർശിനി യൂക്ലിഡ് ആണ്. യൂക്ലിഡ്. വിവിധ ആകാശഗംഗകളുടെ ചിത്രം പകർത്തിയ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ബഹിരാകാശ ദൂരദർശിനിയാണ് യൂക്ലിഡ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം. ഇന്ത്യക്ക് പുറത്ത് ആദ്യത്തെ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് മൗറീഷ്യസിലാണ്. മൗറീഷ്യസ്. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി. 2024 നാറ്റോ ഉച്ചകോടി വേദിയായത് വാഷിംഗ്ടൺ ആണ്. വാഷിംഗ്ടൺ. 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കുക എന്നതാണ്. ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കുക.
നിങ്ങൾക്കായിട്ട് ഇന്നത്തെ ചോദ്യം, ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക. ലോക ജനസംഖ്യാ ദിനം. 2025 ആവിഷ്കാര സ്വാതന്ത്ര്യ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? നോർവേ ആണ്. 2025 ആവിഷ്കാര സ്വാതന്ത്ര്യ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് നോർവേ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിന്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിന്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്ററാണ് മാർസ് ഒഡീസി. ഓർബിറ്ററിന്റെ പേര് മാർസ് ഒഡീസി. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2025 G20 ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. 2024 എവിടെയായിരുന്നു നടന്നത്? 2024 G20 ബ്രസീലിലായിരുന്നു. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായിട്ട് WHO ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ WHO എന്നത്. ഹിയർ WHO. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി. ആദ്യമായിട്ട് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ന്യൂറാലിങ്ക്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏതാണ്? നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB എന്നാണ്. യെസ് വി ക്യാൻ എൻഡ് TB എന്നാണ് 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം. അടുത്ത ചോദ്യം, ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ഭൂമിയിലെ ഏറ്റവും വിദൂരമായ സ്ഥലം ഏതാണ്? പോയിന്റ് നെമോ ആണ്. പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ. ബ്രിട്ടൻകാരനായ ക്രിസ് ബ്രൗൺ ആണ് പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തി. ക്രിസ് ബ്രൗൺ. അടുത്ത ചോദ്യം, ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ. 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം. ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22 ഏപ്രിൽ 22. 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരികയാണ്. അരവിന്ദ് പനഗരിക. 2024 വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനി പാർബതി ബർവയാണ്. പാർബതി ബർവ. ഏത് സംസ്ഥാനക്കാരിയാണ്? ആസാം സ്വദേശിനിയാണ്. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബർവ. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം എക്സ്പോസാറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3S. ഇൻസാറ്റ് 3S വിക്ഷേപിച്ചത് 2024 ഫെബ്രുവരിയിൽ. ഇന്ത്യയുടെ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ്. വിക്ഷേപണ വാഹനം GSLV F-14. GSLV F-14.
ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം 3 PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. പോയം 3 PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് ശിവശക്തി പോയിന്റ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി. ഗോപിചന്ദ് തോട്ടക്കുറ. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരനാണ് ഗോപിചന്ദ് തോട്ടക്കുറ. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന ഇന്ത്യൻ പൗരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഗോപിചന്ദ് തോട്ടക്കുറയാണ്. സ്പേസ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജന സംഘി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ടൈം മാഗസിൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടി ആരാണ്? ടൈം മാഗസിൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടിയാണ് ആലിയ ഭട്ട്. മുഴുവൻ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.